പാലാ നഗരസഭയിലെ UDF ഭരണം സംബന്ധിച്ച അനിശ്ചിതത്വം കൂടുതൽ സങ്കീർണമാകുന്നു. ഭരണം പിടിച്ചെടുക്കാൻ പുളിക്കക്കണ്ടം കുടുംബത്തിലെ സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണ അനിവാര്യമാണെന്നിരിക്കെ അവർ മുന്നോട്ട് വെക്കുന്ന കടുത്ത നിബന്ധനകൾ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. 3 വർഷം ചെയർപേഴ്സൺ പദവിയും അതേ കാലയളവിൽ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനവും വേണമെന്ന സ്വതന്ത്രരുടെ പിടിവാശിയാണ് പ്രധാന തടസ്സം. ഭരണത്തിന്റെ സിംഹഭാഗവും തങ്ങൾക്ക് വേണമെന്ന ഈ നിലപാടിൽ നിന്ന് മാറാൻ സ്വതന്ത്രർ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് ഇതിനു പകരം വെച്ചിരിക്കുന്നത് മറ്റൊരു ഫോർമുലയാണ്. ആദ്യ 2 വർഷം ചെയർപേഴ്സൺ പദവി നൽകാമെന്നും എന്നാൽ വൈസ് ചെയർമാൻ സ്ഥാനം അവസാന 3 വർഷത്തേക്ക് നൽകാമെന്നുമാണ് കോൺഗ്രസ് വാഗ്ദാനം. എന്നാൽ ഈ വിഭജനം സ്വതന്ത്രർക്ക് സ്വീകാര്യമല്ല. സ്വതന്ത്രരുടെ ഈ ആവശ്യത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ വിശ്വസിക്കുന്നു. ബിനു പുളിക്കക്കണ്ടത്തിന്റെ മകൾ ദിയ ബിനുവിനെ ചെയർപേഴ്സൺ ആക്കിയ ശേഷം വൈസ് ചെയർമാൻ പദവി കൂടി കൈക്കലാക്കാനാണ് നീക്കം. ദിയ ബിനുവിനെ കൊണ്ട് അവധി എടുപ്പിക്കുകയും വൈസ് ചെയർമാൻ സ്ഥാനത്തിരുന്ന് ആക്ടിംഗ് ചെയർമാനായി ഭരണം നിയന്ത്രിക്കുകയുമാണ് ബിനു പുളിക്കക്കണ്ടത്തിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നു. ഈ തന്ത്രത്തെ ഏത് വിധേനയും ചെറുക്കാനാണ് ഒരു വിഭാഗം കൗൺസിലർമാരുടെ തീരുമാനം. ആവശ്യപ്പെടുന്ന പദവികളെല്ലാം തുടക്കത്തിൽ തന്നെ നൽകിയാൽ പിന്നീട് അവ തിരികെ ലഭിക്കുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. വിശ്വാസ്യതയുടെ പ്രശ്നമാണ് കോൺഗ്രസിനെ അലട്ടുന്നത്.